പ്രിയപ്പെട്ടവരെ, ഹൃദയശാന്തിയുടെ രഹസ്യം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ സമാധാനം തേടിക്കൊണ്ട് അത്ര ദൂരമൊന്നും അലയേണ്ട ആവശ്യമില്ല. സമാധാനം ലഭിക്കാത്തതുകൊണ്ടാണ് താൻ ബീഡി പോലും വലിക്കുന്നത് എന്നൊക്കെ പറയുന്ന ചില രസകരമായ മറുപടികൾ കേൾക്കാൻ കഴിയും. സങ്കടമാണെങ്കിൽ പോലും അതൊരു തമാശയായിട്ടാണ് എനിക്കൊക്കെ തോന്നാറുള്ളത്. എന്തിനാണ് സമാധാനക്കേട് ഒരു മനുഷ്യൻ കാണിക്കുന്നത്? സമാധാനത്തിൻ്റെ യഥാർത്ഥ വഴി വിശുദ്ധമായിട്ടുള്ള ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിസിക്രില്ലാഹ്. വിശ്വസിച്ചവരായ ആളുകളാണ് അവർ. അവരുടെ ഹൃദയം അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ സമാധാനം പൂണ്ടുപോകും. സമാധാനം കിട്ടും. അള്ളാഹുവിൽ സ്മരണ ഉണ്ടാകുമ്പോൾ അവർക്ക് സമാധാനം ഫീൽ ചെയ്യും. എന്നിട്ട് അള്ളാഹ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, അലാ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൽ ദിക്ർ ചൊല്ലിക്കൊണ്ട് അടുക്കുമ്പോഴാണ് മനസ്സിൽ സമാധാനം കിട്ടുന്നത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ സമാധാനം വരും. സമാധാനക്കേടെന്ന് പറയുന്ന ഒന്ന് ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒന്ന് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിനെ ഓർക്കാതിരിക്കൽ കൊണ്ടാവരുത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവയെ പരിഹരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുമ്പോൾ സത്യസന്ധമായ ശാന്തി ലഭിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കൽ കൊണ്ട് മാത്രമാണ്, ദിക്റിലൂടെ മാത്രമാണ്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ആത്മാവിന് ശാന്തി ലഭിക്കും. ആത്മാവിന് എന്തെന്നില്ലാത്തൊരു സമാധാനം ലഭിക്കും. അതാണ് അംബിയാ മുർസലുകളുടെ ശൈലി. ഏത് പ്രയാസം വരുന്ന സമയത്തും തൻ്റെ അനുയായികൾ മുഴുവനും തന്നെ തള്ളിക്കളയുമ്പോഴും റബ്ബ് തന്നെ കൈവെടിയില്ല എന്നുള്ളൊരു ചിന്ത. അതല്ല വിശുദ്ധമായ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലും റസൂലിനെ എല്ലാവരും കൈവെടിഞ്ഞ സമയത്ത് റസൂലിന് ആരുമില്ല എന്ന് റസൂലിന് തോന്നിയ സമയത്ത് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങയുടെ റബ്ബ് അങ്ങയെ വിട്ടുപോയിട്ടില്ല, അങ്ങയെ വിട്ടുപോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയോട് റബ്ബിന് ഒരു വെറുപ്പുമില്ല, അങ്ങയെ റബ്ബി ഒന്നും ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ ചേർത്ത് പിടിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനം വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു കാണിക്കുന്നുണ്ട്. റബ്ബിൽ പ്രതീക്ഷയറ്റവരാകാൻ പാടില്ല. എപ്പോഴും റബ്ബിൽ പ്രതീക്ഷയുള്ളവർക്ക് നല്ല സമാധാനം റബ്ബ് തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും റബ്ബ് പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നാം ശ്രദ്ധിക്കണം.